ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അതിന് എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പച്ചക്കറി ചെടികൾ നമ്മൾ നട്ടു വളർത്തണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മാർച്ച് മാസത്തിൽ ഏതൊക്കെ പച്ചക്കറി ചെടികൾ നട്ടു വളർത്താം എന്ന് നമുക്ക് നോക്കാം. ഈ മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചൂടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്തിനും അനുയോജ്യമായ വിധത്തിലുള്ള പച്ചക്കറികൾ വേണം ഈ മാസത്തിൽ നട്ടുപിടിപ്പിക്കാനായിട്ട്. അതായത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ കാബേജും കോളിഫ്ലവറൊന്നും അത്രക്ക് പറ്റുന്നതല്ല. മാർച്ച് മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് വെണ്ട. വെണ്ട നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ തൈകൾ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെയും നമുക്ക് നട്ടുപിടിപ്പിക്കാം. പക്ഷേ ചുവടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ ഒന്നും കൂടെ മണ്ണ് കൂട്ടി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച ഒരു വെണ്ടച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ജൈവവളം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ചുറ്റിലുമുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ കൂട്ടിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാണ് ഉള്ളത് അതിട്ട് കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻ കാഷ്ടമോ ഏതാ ഉള്ളതെന്ന് വെച്ച് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുമ്മായം ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ തൈനെ ഒന്നും കൂടി അവിടെ ഉറപ്പിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ആ തൈ വളർന്നു വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. അത്യാവശ്യം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒന്നാണ് പച്ചമുളക് ചെടി. അപ്പോൾ ഇത് കണ്ടോ? അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ പൂവും കായും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടിയിലൊക്കെ മുമ്പ് മുരടിപ്പൊക്കെ വന്നതായിരുന്നു. പച്ചമുളകിൻ്റെ ചെടിക്ക് പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും മുരടിപ്പും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രതിവിധിയും പരിഹാരങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മുളകിൻ്റെ തൈകൾ നമുക്ക് വിത്തുകൾ പാകിയും മുളപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ തൈകൾ ഉണ്ടെങ്കിൽ നട്ടു കൊടുക്കാം. അങ്ങനെ മുരടിപ്പ് രോഗങ്ങളൊക്കെ വന്നൊരു ചെടിയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുരടിപ്പ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി അതിനുള്ള പരിഹാരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പുതിയ ഇലകളൊക്കെ വന്നപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് കുറച്ച് വളം കൂടി ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ തണ്ടിനോട് ചേർത്ത് നമുക്ക് കൂട്ടി കൊടുക്കാം. നമുക്കിതിൻ്റെ ചുവട്ടിലെ മണ്ണ് വേരിലും തണ്ടിലും ഒന്നും തട്ടാത്ത രീതിയിൽ വേണം ഇളക്കി ഇതുപോലെ കൂട്ടി കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ മണ്ണ് നല്ലതുപോലെ ഇതിനോട് തണ്ടിനോട് ചേർത്ത് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ വേസ്റ്റാണ് കേട്ടോ. അതായത് പഴത്തിൻ്റെ തൊലി, ഉള്ളിത്തൊലി, മുട്ടത്തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ വേണം നമ്മൾ ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വളമായി മാറുകയും നല്ല രീതിയിൽ തന്നെ മുളക് ചെടിയിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. എല്ലാ കാലത്തും നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ തക്കാളി. നമുക്ക് തൈകൾ നട്ടു വളർത്തിയും അല്ലെങ്കിൽ കമ്പൊടിച്ച് പിടിപ്പിച്ച് നമുക്ക് ഈ തക്കാളി നട്ടു പിടിപ്പിക്കാം. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ നടാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ വഴുതന. ഒരു വഴുതന നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ 3 വർഷം വരെ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ബാക്ടീരിയൽ വാട്ടം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ഉണ്ടോ? നീല വഴുതനയാണിട്ടത്. ഇതിലിപ്പോൾ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് നമ്മുടെ വഴുതന. അപ്പോൾ ഇതുവരെ നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഈ വഴുതന നട്ടുപിടിപ്പിക്കാൻ വളരെ അനുയോജ്യമാണ്.
ഒരു 2-3 ചുവടെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ചീര. പല തരത്തിലുള്ള ചീരകളുണ്ട്. എല്ലാ ചീരകളും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ താനേ മുളച്ച് ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉണ്ടായ വിത്തുകൾ ഇങ്ങനെ രോബാഗിൽ വീണ് മുളച്ച് വന്നതൊന്നും ഞാൻ പാകി കിളിർപ്പിച്ചതല്ല. താനേ വിത്ത് വീണ് മുളച്ച് വന്ന തൈകളാണിത്. ഇതൊക്കെ പച്ചച്ചീരയുടെ വിത്തുകൾ വീണതാണ്. ചീരയ്ക്ക് നല്ല ജൈവാംശമുള്ള മണ്ണാണ് വേണ്ടത്. അതായത് നല്ല വളക്കൂറുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണ് വേണ്ടത്. എല്ലാവരും ചീര നട്ടു വളർത്തണം. പിന്നെ നമുക്ക് ഇപ്പോൾ നട്ടു വളർത്താൻ പറ്റിയ മറ്റു പച്ചക്കറികളാണ് പാവൽ, മത്തൻ, വെള്ളരിയൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ പാവലൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ്ച്ചയുടെ ശല്യം ഉണ്ടായിട്ട് ഇതുപോലെ ഞാൻ കവറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ ചെറിയ ചെറിയ പാവലുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ്. അപ്പോൾ ഇത് കണ്ട്, ഇത് നമ്മുടെ മുന്തിരിമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വിത്തിനായിട്ട് വെച്ചതാണിത്. ഇതിപ്പോൾ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ചൂടുള്ള സമയത്ത് വളർത്താൻ പറ്റിയ ഒന്നാണ് നമ്മുടെ സാലഡ് കുക്കുംബർ. ഇത് വളർന്ന് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 4 വിത്തിട്ട് മുളപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിനുള്ള പന്തലൊക്കെ കെട്ടി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട വളങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ചെടികളൊക്കെ വളർന്നു വരികയുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എല്ലാ കാലത്തും വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ പയർ. അപ്പോൾ ഇത് കണ്ട, ഒരു ഗ്രോ ബാഗിൽ ഒരു 3-4 വിത്തൊക്കെ ഇട്ട് ഞാൻ മുളപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വള്ളി വീശി തുടങ്ങി. ഇനി ഇതിനോട്ട് പന്തലൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. എങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പടർന്ന് കയറിക്കോളും. നല്ല പച്ചപ്പോടും നല്ല ആരോഗ്യത്തോടും കൂടി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പയറിൻ്റെ വിത്തുകൾ നട്ടാൽ എല്ലാ കാലത്തും പയർ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഇത് ഞാനിവിടെ ഉണ്ടായ പയർ ചെടിയിൽ നിന്ന് തന്നെ വിത്തിനായിട്ട് വെച്ച് പാകി മുളപ്പിച്ചെടുത്ത തൈകളാണിതൊക്കെ. നമ്മൾ ഏത് തരം പച്ചക്കറി നടുകയാണെങ്കിലും കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണിലോട്ട് വേണം വളങ്ങളൊക്കെ ഇട്ട് ചെടികൾ നട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരികയുള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ നമുക്ക് കിട്ടുന്ന 3-4 ഇനം പച്ചക്കറികളൊക്കെ നമ്മൾ നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.